കൂലിപ്പട്ടാളത്തിൽ നിന്ന് മലയാളി യുവാവിന് മോചനം എന്നൊരു വാർത്തയുണ്ട്. മുഖത്ത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ മോസ്കോയിൽ നിന്ന് ദില്ലിയിലെത്തി. ഇന്നു തന്നെ വീട്ടിലെത്തുമെന്ന് അറിയിച്ചതായിട്ട് ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. ജെയ്സൺ ചമ്മോളപ്പിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ നൽകും. ജെയ്സൺ, എന്തായാലും മോചനം സാധ്യമായി, ഇന്ന് വീട്ടിലെത്തും. വീട്ടുകാർ അക്കാര്യത്തിൽ അവരുടെ ആശങ്ക ഒഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ വീട്ടുകാർക്ക്? ഗുഡ് മോർണിംഗ് ജെയ്സൺ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി നാം ഇവരുടെ വീടിന് സമീപത്തും അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളിലേക്ക് നിരന്തരമായ അഭിപ്രായങ്ങളൊക്കെ എടുത്ത് അവരുടെ ആവശ്യം നിരന്തരമായി സർക്കാരുകൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വർഷം മുമ്പാണ് ബിനിലും അതുപോലെ തന്നെ ജെയിനും റഷ്യയിലേക്ക് പോകുന്ന അവിടുത്തെ കൂലി പട്ടാളത്തിൽ ചേരുന്നത്. ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്നതിനിടയിലാണ് ഒരു ദിവസം കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഉക്രൈൻ്റെ ആക്രമണത്തിൽ ബിനിൽ കൊല്ലപ്പെട്ടു. ബിനിലിൻ്റെ മൃതദേഹം ഇതുവരെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ആശങ്കയും വിഷമവും ഇവർക്കുണ്ട്. അതിനിടയിലാണ് ഈ ജെയിനും പരിക്ക് പറ്റിയിരുന്നു. ജെയിൻ ദീർഘകാലം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ചികിത്സ പൂർത്തിയാക്കി വീണ്ടും പട്ടാളത്തിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധം റഷ്യൻ പട്ടാളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പക്ഷേ ജെയിൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതൊന്നും സാധ്യമാകാത്ത സ്ഥിതിയിൽ വീട്ടുകാരും വലിയ ആശങ്കയിലായിരുന്നു. ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് വീട്ടുകാർ പോലും അറിയുന്നത് ഡൽഹിയിൽ എത്തിയിരിക്കുന്നുവെന്ന ഒരു ആശ്വാസ വാർത്ത വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവർ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനിടയിലാണ് നമ്മോട് സംസാരിക്കുന്നത്. എത്ര നാളായി ഇവിടെ നിന്ന് പോയിട്ട്? ഒരു കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ ഏപ്രിലാണ് 4-ാം തീയതിയാണ് അവിടെ എത്തിയത്. ഏത് വിസയിലാണ് പോയത്? എങ്ങനെയാണ് അവിടെ ചേരുന്നതൊക്കെ? ഇതിന് വിസിറ്റ് വിസയിലാണ് പോയത്. അതിനുശേഷം പിന്നെ അവർ അവിടുത്തെ വിസ പാസ്പോർട്ട് എടുപ്പിക്കുകയാണ്. എങ്ങനെ പട്ടാളത്തിൽ ചെന്നപ്പെടുന്നത്? ഇവരോട് ആദ്യം പോളണ്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഏജൻറ്റുമാർ ചതിച്ചത്. പോളണ്ടിൽ പോകാൻ അവിടെ എക്സ്ട്രാ വെൽഡിങ്ങിൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരുടെയും പൈസ മേടിച്ചത്. അതിനുശേഷം വിസ വന്നപ്പോഴാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇവർ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇവർ നിന്നപ്പോൾ അവർ പറഞ്ഞു ഇവരൊരു ബന്ധുവും കൂടിയാണ് ഇവരെ കൊണ്ടുപോകാൻ ഇനിഷ്യേറ്റ് ചെയ്തത്. ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ, ഇവിടെ പ്രശ്നം അങ്ങനെ ഈ പറയുന്ന വിഷയങ്ങളൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും, എന്തിനും സപ്പോർട്ടിന് അടുത്തേക്ക് നിങ്ങൾ വരണേ എന്നുള്ള ധൈര്യം കൊടുത്തു. പകുതി മനസ്സോടുകൂടിയാണ് അവർ പോകുന്നത്. പിന്നെ അവനവിടെ ഉണ്ടല്ലോ ഉള്ള അച്ഛ ധൈര്യത്തിലാണ് ഇവിടുന്ന്. അങ്ങനെയാണ് പട്ടാളത്തിൽ ചെന്നപ്പെടുന്നത്. അവിടെ ചെന്നതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ വ്യക്തിനെ കണ്ടിട്ടില്ല. പിന്നെ അവർ പിന്നെ പട്ടാളത്തിൻ്റെ ആൾക്കാർ കൊണ്ടുപോയിട്ട് പിന്നെ കുറേ എഗ്രിമെൻറ്റ് പിടിപ്പിച്ചു, അവിടുത്തെ പാസ്പോർട്ട് എടുപ്പിച്ചു, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായി. പിന്നീടാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ യുദ്ധമുഖത്തേക്ക് എപ്പോഴാണ് പോകുന്നത്? യുദ്ധമുഖത്തേക്ക് അവർ ഓഗസ്റ്റിലൊക്കെ നമുക്ക് അറിയിപ്പ് തരുമ്പോൾ യുദ്ധമുഖത്താണ്. മറ്റേ സന്ദീപ് എന്നൊരു പയ്യൻ മരിച്ചിരുന്നു. അപ്പോഴാണ് അവിടുത്തെ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അവർ ഫ്രണ്ട് ലൈനിൽ അല്ലെങ്കിലും ഏകദേശം വാർഫീൽഡിൽ തന്നെയായിരുന്നു. ഈ രണ്ടുപേർക്ക് എപ്പോഴാണ് പരിക്ക് പറ്റുക? ബിനിൽ കൊല്ലപ്പെടുന്നത് ജനുവരി 5-ാം തീയതിയാണ് ബിനിലും മരിച്ചു എന്നുള്ളത്. നമ്മൾ വിവരം അറിയുന്നത് 8-ാം തീയതിയാണ്. ജനുവരി 6-ാം തീയതി ജെയിന് പരിക്ക് പറ്റി. അവിടുന്ന് ഹോസ്പിറ്റലാക്കിയിട്ട് 8-ാം തീയതി ആയിട്ട് നമ്മൾ അറിയിക്കുന്നത് ജെയിൻ ഇതുപോലെ സംഭവം. ജെയിനും പരിക്ക് പറ്റിയിരുന്നു. ഗുരുതരമായ പരിക്കാണ് ജെയിന് പറ്റിയിട്ടുള്ളത്. എവിടെ വെച്ചായിരുന്നു? റഷ്യയിലാണോ ഉക്രൈനിലാണോ? അവർക്ക് കൃത്യമായ സ്ഥലം അറിയില്ല. പക്ഷേ ഉക്രൈൻ്റെ ഭൂമിയാണെന്നാണ് അവർ സംശയം. ഇനി എപ്പോഴാണ് തിരിച്ചെത്തുന്ന കാര്യം ഇപ്പോൾ അറിയിച്ചത്? ഇപ്പം എങ്ങനെ? രാവിലെ പുലർച്ചെ നമ്മളെ വിളിക്കുകയാണ്. ഡൽഹിയിലെത്തിയിട്ടുണ്ട്, ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ആശ്വാസ വാർത്തയാണ് അല്ലേ? ഏതായാലും അരുൺകുമാർ, വലിയ ആശ്വാസ വാർത്തയാണ്. ഒരാൾ ജീവനോടെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നത് ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. രണ്ടുപേരും ബന്ധുക്കളാണ്. ഒരാളുടെ മൃതദേഹം എത്തിക്കാനായിട്ടുള്ള ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ.